ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം അവസാനിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. അപ്പോസ്തലൻ അവരെ ആശീർവദിച്ചുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ വേണം. നിസ്സാരനായ മനുഷ്യൻ, മൺമയനായ മനുഷ്യൻ, ബലഹീനനായ മനുഷ്യൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ സാത്താൻ്റെ പരീക്ഷകൾ എപ്പോഴും പെട്ടിരിക്കുന്നവനായ മനുഷ്യൻ, അവന് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയില്ലാതെ അവന് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയുടെ കരയിൽ നിന്നുകൊണ്ട് മാനസാന്തര സ്നാനം നടത്തുമ്പോൾ പിതാവായ ദൈവന് അരുളപ്പാട് കൊടുത്തു, നീ സ്നാനപ്പെടുന്നവരിൽ ഒരുവൻ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതും ആവസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. അവൻ ആരാണെന്ന് യോഹന്നാൻ സ്നാപകൻ അറിയാൻ പാടില്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം പ്രസംഗിക്കുമ്പോൾ യോർദാൻ നദിയുടെ കരയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. മത്തായി 3:11, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ, പരിശുദ്ധാത്മ നിറവുള്ള യോഹന്നാൻ സ്നാപകൻ, മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന യോഹന്നാൻ സ്നാപകൻ, ഒട്ടകരോമങ്ങളുടെ ഉടുപ്പും തോൽവാറും ധരിച്ചവൻ, നാസീർ വ്രതമുള്ളവൻ, കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ദൈവം മുൻ നിയമിച്ചവൻ, യേശുവിനേക്കാൾ 6 മാസം പ്രായം കൂടുതലുള്ളവൻ. ആ യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്തുകൊണ്ട് യോഹന്നാൻ സ്നാപകന് പരിശുദ്ധാത്മ നിറവ് കിട്ടി? പ്രിയപ്പെട്ടവർ, ഇത്രമാത്രം ശ്രേഷ്ഠനായൊരു മനുഷ്യൻ, ദൈവം കണ്ട ഒരു മനുഷ്യൻ, യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്നവൻ, അവൻ തന്നെ താഴ്ത്തുകയാണ്. അവൻ തന്നെ ചുരുങ്ങിക്കൊണ്ട്, തന്നെ ഒന്നുമില്ലായ്മയാക്കിക്കൊണ്ട് അവൻ തൻ്റെ പിന്നാലെ വരുന്നവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഒരു യജമാനൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് ദാസനാണ്. ഈ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ദാസനായിരിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. യേശുക്രിസ്തുവിന് വന്നതിൻ്റെ ലക്ഷ്യമതാണ്, ഓരോരുത്തരെയും പരിശുദ്ധാത്മ നിറവുള്ളവരാക്കുക. അത് സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയാണ്. ഇന്നും സ്വർഗം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിന് ഒറ്റ ഒരാഗ്രഹമേ ഉള്ളൂ, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിങ്ങൾക്ക് നൽകണം. അതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നിങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനെ ബോധം വരുത്തും. ഞാൻ പോയാൽ അവനെ, പരിശുദ്ധാത്മാവാൻ ദൈവത്തെ, നിങ്ങളുടെ മേലയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ വന്ന് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ദൈവജനമേ, നമുക്ക് പാപബോധം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. സ്തോത്രം. ഈ ലോകത്തിൻ്റെ ചടങ്ങുകൾ ആചരിച്ച്
നിർജീവ പ്രവൃത്തികളിൽ മുഴുകി ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. 30-ാമത്തെ വയസ്സ് വരെയും ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞില്ല, ഈ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞില്ല. എന്നാൽ എൻ്റെ 30-ാമത്തെ വയസ്സിൽ ആത്മ നിറവുള്ള വചനം ഞാൻ കേട്ടു, ജീവദായകമായ വചനം ഞാൻ കേട്ടു. അന്ന് ആദ്യമായി എനിക്ക് പാപബോധം കിട്ടി. പാപബോധത്താൽ ഞാൻ തകർന്നു. ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ കരച്ചിലെ ശബ്ദമാരും കേൾക്കാതിരിപ്പാൻ ഞാൻ മുഖം നിലത്തമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും, സ്തോത്രം, അവൻ പാപബോധം തരിക മാത്രമല്ല, അവൻ നീതീകരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പാപബോധത്താൽ തകർന്ന ഒരു വ്യക്തിയെ നീതീകരിക്കുന്നവനായ ദൈവം, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഇന്ന് നിങ്ങളെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അവൻ പാപബോധം തരുന്നുണ്ട്, നീതീകരിക്കുന്നവനായ ഒരു ദൈവത്തെ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മനുഷ്യന് ഒന്നേ അവശേഷിക്കുന്നുള്ളൂ: ന്യായവിധി, അന്ത്യന്യായവിധി. ന്യായവിധി ശിക്ഷാവിധിയാണ്. ന്യായവിധി നിത്യനരകത്തിലേക്ക് പോകാനുള്ളതായ വിധിയാണ്. ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടെ ബോധ്യം കൊടുത്തിട്ട് അവരെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. പ്രിയപ്പെട്ടവനെ ഇടവരാതിരിപ്പാൻ നമുക്ക് പാപബോധം ഉള്ളവരായി നമുക്ക് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്കിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവാൻ ദൈവമാണ് ദൈവവചനം നമുക്ക് ഓർപ്പിച്ച് തരുന്നത്, ദൈവവചനം അനുസരിപ്പാൻ നമുക്ക് പ്രേരണ തരുന്നത്. ദൈവമില്ല എങ്കിൽ നമുക്കിതൊന്നും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് തമ്മിലില്ല എങ്കിൽ നമുക്ക് ജയജീവനം സാധ്യമല്ല. സ്തോത്രം. ഇന്നുള്ള ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും, നിർഭാഗ്യവശാൽ ഞാനങ്ങനെ പറഞ്ഞു പോകട്ടെ, പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധാത്മാവുള്ള ബന്ധമില്ല. ചടങ്ങുകളുണ്ട്, ആചരണങ്ങളുണ്ട്, വേഷവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഭക്തിയുടെ വേഷങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ഉരുവിടുന്നുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ പാപബോധമില്ല. പിതാവ് എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ സഖേലോ നിങ്ങൾക്ക് ഉപദേശിച്ച് തരും. സ്തോത്രം. ഞാൻ 30-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. അന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇടിച്ചിറങ്ങിയെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതിനുശേഷം എനിക്ക് ഗവൺമെൻറ് ഉദ്യോഗമുണ്ട്. എനിക്ക് കൈക്കൂലി കിട്ടുവാൻ സാധ്യതയുള്ളതായ നല്ല വകുപ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കൈക്കൂലികൾ വെച്ച് നീട്ടുമ്പോൾ, പാവപ്പെട്ടവനായ എൻ്റെ നേരെ നോട്ട് കെട്ടുകൾ വെച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവത്തിലെന്ന് പറയും: നീ അതിനുള്ളവനല്ല, നീ അങ്ങോട്ട് നോക്കണ്ട, നിൻ്റെ ഹൃദയം അങ്ങോട്ട് പോകണ്ട, നീ ഒരു വാക്ക് മിണ്ടണ്ട. എല്ലാം കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു പരിശുദ്ധാത്മാവ് ദൈവം. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളവനെ അനുഭവിക്കുന്നുണ്ടോ? കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അത് സാമാന്യബോധമുള്ള ഏതോ ഒരു വ്യക്തിക്കും അറിയാം. ഇന്നത്തെ ലോകത്തിൻ്റെ ഗതിവിഗതികൾ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ആ ബോധ്യം തരും, നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും, നിനക്ക് ഉപദേശങ്ങൾ തരും. മാത്രമല്ല, അവൻ നിങ്ങളെ ദൈവവചനം ഓർമ്മപ്പെടുത്തും തക്ക സമയത്ത്. സ്തോത്രം. നിങ്ങളുടെ വായിൽ കൃത്യമായ ദൈവത്തിൻ്റെ വചനം അവൻ ഓർമ്മപ്പെടുത്തി തരും. ഓരോ സമയത്തും അവൻ പറഞ്ഞു തരും. നിൻ്റെ അവസ്ഥ നിനക്ക് വെളിപ്പെടുത്തി തരും. നിനക്ക് എന്തെല്ലാം തിരുത്താനുണ്ടെന്ന് പറഞ്ഞു തരും. ദൈവസന്നിധിയിൽ ശാന്തമായി നിങ്ങൾ ഇരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ സാഹചര്യങ്ങളെ പഴി പറയണ്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും: നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. സ്തോത്രം. ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുകയില്ല. നമ്മുടെ പദവി എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട സമർപ്പണമെടുത്ത ഒരു ദൈവത്തിൻ്റെ പദവി എന്താണ്? സ്തോത്രം. അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പിതാവായ ദൈവം അയച്ചു തന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? അവൻ അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ പദവി തരുന്നു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു. അബ്ബാപിതാവേ എന്ന് വിളിക്കാനുള്ള പദവി ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. ഇന്ന് നിത്യേന പ്രാർത്ഥിക്കാറുണ്ട്: സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു വളരെ വ്യക്തമായി പറഞ്ഞു. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം. ദൈവമക്കളുടെ പദവി ആർക്കുള്ളതാണ്? ഈ ലോകത്തിലെ ലക്ഷാധിപതികൾക്കുള്ളതാണോ? ഈ ലോകത്തിലെ വിദ്യാസമ്പന്നർക്കുള്ളതാണോ? ഉദ്യോഗ പ്രൗഢിയുള്ളവർക്കാണോ? ദൈവത്തിന് കുടുംബ മഹിമയുള്ളവർക്കാണോ? അല്ലല്ലോ പ്രിയപ്പെട്ടവർ. അവനെ കൈക്കൊണ്ട്, ആരെ കൈക്കൊണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവൻ സ്വർഗത്തിൻ്റെ അധിപതിയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ പിതാവായ ദൈവം അയച്ചിരിക്കുന്ന പുത്രനായ ദൈവം അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. അവൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് പാവോറ് നിന്നുകൊണ്ടിരിക്കുന്നു. അവനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം തന്നെ താൻ ആർക്ക് മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. അവനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം അവൻ നിസ്സാരനല്ല പ്രിയപ്പെട്ടവരെ. അവൻ വെറുതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയില്ല. നമ്മുടെ ഹൃദയത്തിൽ തീരുമാനം വേണം. അവന് കർത്തൃത്വം കൊടുക്കണം. അവൻ ആരാണെന്നാണ് നമ്മുടെ വിചാരം. അവനെ നാം കർത്തൃത്വം കൊടുക്കണം. അവനെൻ്റെ യജമാനനാണ്, അവനെൻ്റെ ഉടയവനാണ്, അവനെൻ്റെ സാക്ഷാൽ പിതാവാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങൾ യാഥാർത്ഥ്യമായി അനുഭവിച്ച് കഴിയുമ്പോൾ, നിങ്ങൾ മുട്ടമേറിയതോടെ നിങ്ങൾ പറയും, കർത്താവേ, നീ എൻ്റെ അപ്പനാണ്, നീ എൻ്റെ അമ്മയാണ്, നീ എൻ്റെ മൂത്ത സഹോദരനാണ്, നീ എൻ്റെ മൂത്ത സഹോദരിയാണ്, നീ എൻ്റെ ഗുരുവാണ്, നീ എൻ്റെ മണവാളനാണ്, നീ എനിക്കെല്ലാമാണ്, നീ എൻ്റെ നാഥൻ്റെ നാഥനാണ്. നാം അറിയാതെ പറഞ്ഞു പോകും പ്രിയപ്പെട്ടവർ. ഈ ആത്മീക സന്തോഷം അനുഭവിക്കാറ് നിങ്ങളാരും ഇന്ന് കടന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളെ ഓർപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. റോമർ 8:14 മുതൽ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പ്രിയപ്പെട്ടവരെ, അല്ലാത്തവരെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ല. അവർ അന്യൻ്റെ മക്കളാണ്, കൗലടയ മക്കളാണ്. നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുന്നുണ്ടോ? ഇന്ന് അനേകരെ തിരിച്ചറിയാറ് ബഹുഭൂരിപക്ഷവും നിത്യാനാശത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ സമർപ്പിച്ചവരാണ്, ഞങ്ങൾ കർത്താവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനേകർ ജീവിക്കുന്നത്. എന്നാൽ ആത്മാവ് നടത്തുന്നവർ ദൈവമക്കളാകുന്നു. വീണ്ടും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. നാം ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം ആരുടെയും അടിമകളല്ല, നാം പാപത്തിൻ്റെ അടിമകളല്ല, നാം സാത്താൻ്റെ അടിമകളല്ല, നാം ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് ഉള്ളത്തിലുണ്ടെങ്കിൽ നാം അറിയാതെ ദൈവത്തെ വിളിക്കും, അബ്ബാ പിതാവേ, എൻ്റെ പിതാവേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നാം പറഞ്ഞു പോകും. ആ പ്രാഗൽഭ്യമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. വീണ്ടും നമുക്ക് വായിക്കാം ബാക്കി. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവുദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന സത്യമാണ് പ്രിയപ്പെട്ടവരെ. പാപത്തിൻ്റെ ശോധനകൾ വരാത്ത മനുഷ്യനില്ല. മരണത്തോളം പാപത്തിൻ്റെ ശോധനകളുണ്ട്. ഊടാടി സഞ്ചരിക്കുന്ന സാത്താൻ ഊടാടി സഞ്ചരിക്കുന്ന ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു. നാം മൺമയരാണ്, നാം ബലഹീനരാണ്, നാം വെറും പൊടിയാണ്, എല്ലാം അറിയാം. എന്നാൽ ഓരോ സമയത്തും തക്കതായ ഉപദേശങ്ങൾ തരുന്നവൻ ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് ആദ്യ നിമിഷം നമുക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നവരാണ്. ഓരോ നിമിഷവും നമുക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നവരാണ്. ഇത് നിങ്ങൾ അനുഭവിക്കുന്നില്ല എങ്കിൽ ഒരു കാല് പിഴച്ചാൽ അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കാറുണ്ട്, ഒരു സെക്കൻഡ് അപകടം കൂടാതെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. തെറ്റുകൂടാതെ ഒരു വാക്ക് പറയാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് ശരിയായി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപയാണ്. അത് പരിശുദ്ധാത്മാവ് തരുന്ന ദാനമാണ്. നമ്മെ വഴി നടത്തുന്നതിനായ പരിശുദ്ധാത്മാവാൻ ദൈവം. നമുക്ക് വീണ്ടും വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ഓർപ്പിക്കും, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവിനെ നടത്തുന്നില്ല എങ്കിൽ, ആ പഴയ ജഡത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, പഴയ മനുഷ്യനാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ മരണം. പ്രിയപ്പെട്ടവർ, ഇത്ര ഗൗരവമേറിയൊരു കാര്യം, വിശ്വാസി ഭയപ്പെടേണ്ട ഏറ്റവും ഭയാനകമായ കാര്യം ആത്മാവിൻ്റെ മരണം. ആത്മാവിൻ്റെ മരണം സംഭവിക്കാൻ വേശ്യാവൃത്തിക്ക് പോകണ്ട, അവൻ കൊലപാതകം ചെയ്യണ്ട,
അവൻ ആരുടെയും പിടിച്ചു പറിക്കാൻ പോകണ്ട. വളരെ വ്യക്തമായി അപ്പോസ്തലൻ ഓർപ്പിച്ചു, ജഡത്തിൻ്റെ ചിന്ത മരണം. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ജഡീകമായൊരു ചിന്ത ഹൃദയത്തിൽ വന്നാൽ ആത്മാവ് കട്ടായി പോവും. ഈ സത്യം എത്ര പേർക്കറിയാം? ആത്മാവ് അത്ര ഡെലിക്കേറ്റാണ്, ആത്മാവ് അത്ര പരിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ചിന്ത വന്നാൽ മാറിപ്പോവും. അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ പാടും, വേണ്ട കഷ്ടത വീൺ ചിന്തയുമടിയൊഴിക്ക സൽക്രിയകൾക്ക് മനോശോദ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. പുണ്യപിതാക്കന്മാർ അവർ പറഞ്ഞു, കർത്താവേ, അരുതാത്ത ചിന്ത വരുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത. പാപത്തിൻ്റെ പ്രവൃത്തിയല്ല അവർ പറഞ്ഞത്. പാപത്തിൻ്റെ പ്രവൃത്തികളോട് എന്നേക്കുമായി യാത്ര പറഞ്ഞവരാണ്, വ്യക്തമായ തീരുമാനം എടുത്തവരാണ്, ദൈവസന്നിധിയിൽ സമർപ്പണം എടുത്തവരാണ്. എന്നാൽ ജീവിതയാത്രയിൽ അരുതാത്ത ചിന്തകൾ വരുന്നു, വേണ്ടാത്ത ചിന്തകൾ വരുന്നു, ലോക ചിന്തകൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ കഷ്ടകാലമാണ്, ഈ കഷ്ടകാലത്ത് നിന്നെ വിടുവിക്കണമേ. കഷ്ടകാലം വരുമ്പോൾ നിന്നെ വിളിച്ചപേക്ഷിക്കുക എന്നാണല്ലോ നിൻ്റെ വചനം പറയുന്നത്. നിന്നെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, സൽക്രിയകൾക്ക് മനോശുദ്ധിയ. സ്തോത്രം. നല്ല കർമ്മങ്ങൾ നിന്നെ പ്രസാരിപ്പിക്കുവാൻ മനഃശുദ്ധി തരണമേ. ഈ അരുതാത്ത ചിന്തകൾ നിന്നെ വിടുവിക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. അതാണ് പിതാക്കന്മാർ പാടിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ കാണാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്രവൃത്തികളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നീ ജഡികനാണ്, നീ പഴയ മനുഷ്യനാണ്, നിൻ്റെ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, ആത്മാവിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല, ആത്മാവിനെ നടത്താൻ തുടങ്ങിയിട്ടില്ല, നീ ഒരു വിശ്വാസി ആയിട്ടില്ല, നീ വിശ്വാസ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ടില്ല. നമുക്ക് വായിച്ചു കേൾക്കാം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 വാക്യങ്ങൾ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ. ഓരോ ജഡത്തിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു വാക്യം അതിനകത്തുണ്ട്. ദൈവത്തിൻ്റെ ശാഠ്യം സ്വന്തം ഇഷ്ടമാണ്. ഞാൻ പറയുന്ന അഭിപ്രായം ശരിയായിരിക്കണം, ഒരു നിർബന്ധ ബുദ്ധി, വേറൊന്നുമല്ല. ദൈവമക്കളെ ആർക്കെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിൽ ഞാൻ പറയുന്ന നടക്കണം, എനിക്ക് തെറ്റുപറ്റുകയില്ല, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, ആ ഒരു മനോഭാവം നിൻ്റെ ഹൃദയത്തിലുണ്ടോ? നിൻ്റെ മനുഷ്യൻ പഴയ മനുഷ്യനാണ്, നിന്നെ നിയന്ത്രിക്കുന്ന പഴയ മനുഷ്യനാണ്, നിന്നെ നാശത്തിലേക്ക് അവൻ കൊണ്ടുപോവുകയാണ്, നീ അറിയുന്നില്ല. പുറമേ എല്ലാം മനോഹരമാണ്, പുറമേ എല്ലാം നല്ല ഭക്തിയുടെ വേഷം കെട്ടുകളുണ്ട്. ഇന്നുള്ള ബഹുഭൂരിപക്ഷവും ഇന്ന് ജഡീക പ്രവൃത്തികളിൽ മുഴുകി ജീവിക്കുകയല്ലേ? ഈ പഴയ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ലേ നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവിനെ ജീവനിലേക്ക്, സമാധാനത്തിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടിരിക്കും, നിമിഷം നടത്തിക്കൊണ്ടിരിക്കും, നിന്നെ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നിൻ്റെ നാവിൽ പ്രാർത്ഥന തരുന്നതും പരിശുദ്ധാത്മാവാണ്, നിൻ്റെ നാവിൽ യാതനകൾ തരുന്നതും പരിശുദ്ധാത്മാവാണ്. ദൈവത്തോടതായ സ്നേഹത്താൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇത് നിങ്ങൾ അനുഭവിക്കാതെ പോകരുത്. അത്ര ശ്രേഷ്ഠമേറിയ ഒരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും തളർന്നും മനുഷ്യനെന്ന് അധോമുഖനായി നടക്കുകയാണ്, ചിന്താഭാരത്താൽ വലഞ്ഞ് നടക്കുകയാണ്. അവൻ ഈ ഭൂമി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിനെതിരാണ്, ഇത് ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അകത്തില്ല. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക? കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ 15-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് കേൾക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നുവെങ്കിൽ, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, എന്നെ സ്നേഹിച്ച് നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ, എത്ര ലളിതമാണ് ക്രിസ്തീയ ജീവിതം, എത്രയോ സൗഭാഗ്യകരമാണ് ക്രിസ്തീയ ജീവിതം. ഏത് രോഗമുള്ളവർക്കും പ്രാർത്ഥിക്കാം, ഏത് ദരിദ്രനും ഈ അവസ്ഥ പ്രാപിക്കാം. ദൈവമക്കളെ, ഏത് ഉദ്യോഗം വഹിക്കുന്നവർക്ക് ഈ അവസ്ഥ പ്രാപിക്കാം. സ്തോത്രം. നീ ഏതവസ്ഥയിലായാലും, നീ ഏത് സ്റ്റേജിലായാലും, നീ എത്ര ഉന്നത പദവിയിലായാലും,
നിന്റെ ഹൃദയം അതിന് വേണ്ട പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. അത് ആത്മാവിന് വസിക്കാനുള്ളതാണ്, ആത്മാവിന് നിയന്ത്രിക്കാനുള്ളതാണ്, ആത്മാവിന് ശബ്ദം അനുസരിക്കാനുള്ളതാണ്. നിന്റെ ഹൃദയം ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിനും അനുസരിക്കുന്നതുമാണോ? സ്തോത്രം. പ്രിയപ്പെട്ടവർ, നീ തളർന്ന കിടക്കയിൽ കിടക്കുകയാണോ? നിനക്ക് എഴുന്നേൽക്കാൻ വയ്യാതിരിക്കുകയാണോ? നിനക്കും അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാം, ദൈവവചനം അനുസരിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ, നിങ്ങൾ എന്നെ സ്നേഹിച്ച് എൻ്റെ വചനം അനുസരിച്ചാൽ, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. സ്തോത്രം. അവൻ വിട്ടുമാറാതെ അതിനോട് കൂടി ഇരിക്കും. നിൻ്റെ ബലഹീനതയിൽ അവൻ നിന്നെ സഹായിക്കും. ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വാഗ്ദത്തം കർത്താവിലേക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അതിന് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടല്ല. വചനം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെക്കാൾ എത്രയോ നിസ്സാരനാണ് ഞാൻ, എത്രയോ ദരിദ്രനാണ്, എത്രയോ ബലഹീനനാണ് ഞാൻ. എന്നാൽ ആ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്നോട് വാക്ക് പറഞ്ഞവൻ്റെ ആ വാഗ്ദത്തം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഈ ആത്മാവിനെ നമുക്ക് തരുന്നത് എന്തിനാണ്? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചു, നാം നമ്മുടെ ഓട്ടം എങ്ങനെയാണ് ഓടിത്തേക്കേണ്ടത്? പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് രാജ്യം കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമരുടെ ബിരുദൻ്റായിലാക്കിലേക്ക് ഓടുന്ന ക്രിസ്ത്യാനി വിശ്വാസി, നീ എങ്ങനെയാണ് ഓടേണ്ടത്? എന്നാൽ ഇപ്പോൾ വായിച്ചു കേട്ടു, നമുക്ക് വീണ്ടും വായിച്ചു കേൾക്കാം. എബ്രായർ 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നാം എങ്ങനെയാണ് ഓടേണ്ടത്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. അത് വിശ്വാസികൾക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഈ പാപവും ഭാരവും വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കുള്ളതാണ്. അത് ജാതികൾക്കുള്ളതാണ്, ദൈവവുമായി ബന്ധമില്ലാത്തവർക്കുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ തന്നെ കണ്ടെത്താം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നാം എന്താണ് ചെയ്യേണ്ടത്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓട്ടമുണ്ട്. സ്തോത്രം. എല്ലാവരും ഓട്ടക്കളത്തിലാണ്, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ തകർന്ന ഹൃദയത്തോടെ കർത്താവേ, സ്ഥിരമായ ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പൊറുക്കണമേ. ഞാൻ അഭിഷേകം പ്രാപിച്ചവനാണ്, ഒരിക്കൽ ഞാൻ ഗോലിയാത്തിനെ ജയിച്ചവനാണ്, ഒരിക്കൽ ഞാൻ സിംഹത്തെയും കരടിയെയും കൊന്നവനാണ്. എല്ലാം ശരിയാണ്, എന്നാൽ ആത്മാവ് മാറിപ്പോകുന്നു, ഞാൻ വീണുപോയിരിക്കുന്നു, ഞാൻ പാപത്തിലേക്ക് വീണുപോയിരിക്കുന്നു. എൻ്റെ ദൈവമേ, സ്ഥിരമായ ഒരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പൊറുക്കി തരണമേ. എനിക്ക് സ്ഥിരമായി ഓടുവാൻ തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരാത്മാവിനെ എനിക്ക് തരണമേ. നിങ്ങളാരെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന്, അത് പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഓരോ ദൈവമക്കൾക്കുള്ള വാഗ്ദത്തമാണ്. പിതാവിൻ്റെ വാഗ്ദത്തം, പിതാവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്, അവൻ ആ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഈ വാഗ്ദത്തം നീ എനിക്ക് തന്നെ അവകാശമായി തന്നതാണ്, എനിക്ക് തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേലയക്കും, ഞാൻ നിങ്ങളുടെ മേലാത്മാവിനെ അയക്കാം. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ പോയാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കാം. എന്നാൽ അത് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഉയരത്തിൽ നിന്നുള്ളതായ ശക്തി നിങ്ങൾ പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. സ്തോത്രം. എന്താണ് അതിനർത്ഥം? വിശാലമായ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് യേശു ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. സ്തോത്രം. അറയിൽ കടന്ന് വാതിലടച്ച്. ദൈവത്തിന്റെ സ്തോത്രം. യെരുശലേമിൽ പാർപ്പീൻ എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അതാണ്, പ്രധാന അർത്ഥം അതാണ്. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്നതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഈ പിതാവാനുഭവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം എത്ര പേർക്കുണ്ട്?
ഈ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, സമൂഹ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൂട്ടായ്മയിൽ വന്ന് രണ്ട് കൈകളും വളർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വലിയ ഗംഭീര സാക്ഷ്യങ്ങൾ പറയുന്നവരുണ്ട്. എന്നാൽ അറയിൽ കടന്ന് വാതിലടച്ച് ഒരു മനുഷ്യനും കാണാറ് രഹസ്യത്തിൽ നിന്നെ കാണും സ്വർഗീയപിതാവിനോട് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളോട് ഇരിക്കുന്നുണ്ട്. നമുക്കതാണ് തുടങ്ങേണ്ടത്. പ്രിയപ്പെട്ടവർ, അവിടെയാണ് ശക്തി. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവായ ദൈവം നിനക്കത് തരും. വ്യക്തമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം തോന്നുന്നുണ്ട്? ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ചുരുക്കാം, നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. കർത്താവെ, ഞാനൊരു പൊടിയാണ്, ഞാനൊരു കൃമിയാണ്, ഞാനൊരു നിസ്സാരനാണ്, ഏത് സമയത്ത് ഞാൻ വീണു പോകുന്നവനാണ്. ഞാനിതാ എന്നെ താഴ്ത്തുന്നു. ഒരു മണ്ടരിയായി എന്നെ തന്നെ താഴ്ത്തി തരുന്നു. ഈ മണ്ടരി മേലെ അവിടുന്ന് ചവിട്ടി നിൽക്കണമേ, എൻ്റെ മേലെ അവിടുന്ന് മഹത്വം എടുക്കണമേ. അവിടുത്തെ നാം എന്നിലൂടെ മഹത്വപ്പെടുവാൻ സംഗതിയാകണമേ. കർത്താവെ, നിൻ്റെ വാഗ്ദത്തം നിവർത്തിച്ച് തരണമേ. ഇനി വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും നിൻ്റെ ആത്മാവിനെ പകരുവാൻ തൊക്കോണം. അവരുടെ ഹൃദയങ്ങളെ താഴ്ത്തണമേ, പാപപൂരത്താൽ നിറയ്ക്കണമേ. കർത്താവെ, അവരുടെ മേൽ ആത്മാവിനെ പകരണമേ. ജയയുധം ഞങ്ങൾക്ക് തരണമേ. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മഹത്വം ഇവിടുന്ന് എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.